നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യമാണ്. ജനാധിപത്യം മറ്റു രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെയും മറ്റും ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങളും നമ്മുടെ നാടിൻ്റേതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്പിലും മറ്റും അവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് മതരഹിത ആശയമാണ്. നമ്മുടെ രാജ്യത്തെ മതേതരത്വം എന്ന് പറയുന്നത് ഏതു മതവും പൂർണ്ണമായും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യവും മറ്റ് മതേതരത്വവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നർത്ഥം. നോക്കൂ, ഒരു ക്രൈസ്തവൻ, രണ്ട് ക്രൈസ്തവർ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായാൽ അതിലെ വിധി എങ്ങനെയാണ് കോടതി നടപ്പാക്കുക? രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ വൈവാഹിക പ്രശ്നമുണ്ടായാൽ, രണ്ട് ഹൈന്ദവർ തമ്മിൽ ഒരു മതപരമായ ബന്ധമുള്ളൊരു പ്രശ്നം വന്നാൽ അവിടെ കോടതി പരിഗണിക്കുന്നത് മുസ്ലിമിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനാണ്, ക്രൈസ്തവന്റെ വിഷയത്തിൽ ബൈബിളാണ്. അഥവാ സിവിൽ നിയമങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരവരുടെ മതത്തിൽ ഉള്ള ആശയം എന്താണ്, അതനുസരിച്ചാണോ സ്വത്ത് വീതിച്ചത് എന്നതാണ്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ അനന്തരാവകാശ സ്വത്ത് നിയമവും ഒരു ഹൈന്ദവൻ്റെയും ക്രൈസ്തവൻ്റെയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വിഷയത്തിൽ തർക്കം വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു നിയമമാണ് എന്നല്ല, മറിച്ച് അവരവർക്ക് അവരവരുടെ ആദർശം അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലർക്കെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരു നല്ല പാർലമെന്റേറിയൻ ഉണ്ടായിരുന്നു, മരണപ്പെട്ടു പോയ GM ബനാത്വാല. അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പോലും അഭിനന്ദിച്ചിരുന്നു. കാരണം പാർലമെന്റിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വിഷയങ്ങൾ കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയുമായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. ശരീഅത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചു. ആ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈയിൽ വിശുദ്ധ ഖുർആനും മറുകൈയിൽ ഇന്ത്യൻ ഭരണഘടനയുമായിരുന്നു. അദ്ദേഹം ആവേശപൂർവം പാർലമെന്റിൽ ഒരു സൂചി വീണാൽ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന വിധത്തിലുള്ള മൗനം, ആ ഒരു നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഈ ഭരണഘടന ഞങ്ങൾക്ക് അനുവാദം നൽകുന്നു എന്ന്. അതാണ് ഇന്ത്യ. അതുകൊണ്ട് ആ ഇന്ത്യ ഇവിടെ നിലനിൽക്കണം.